ഹായ് ഫ്രണ്ട്സ്, ആർഫോറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആശ്ചര്യപ്പെടുത്തുന്ന ഒരു GDPയുടെ ബലത്തിൽ മാർക്കറ്റ് ഇന്ന് ഇൻട്രാഡേയിൽ പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ തന്നെ പുതിയ ഇൻട്രാഡേ ഹൈ ആയിരുന്നു. 26,325 എന്ന ഒരു ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തത്. എന്നാൽ അവിടെ നിലനിൽക്കാൻ സഹായിക്കുന്ന ഒരു ഗ്ലോബൽ ക്യൂസ് വരാതിരുന്നതും അതുപോലെ തന്നെ RBI റേറ്റ് കട്ടിനെ കുറിച്ചുള്ള പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നതും കൂടാതെ റുപ്പി അതിന്റെ റെക്കോർഡ് മൂല്യത്തകർച്ചയിലേക്ക് പോയതും ഇതൊക്കെ മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് ക്ലോസിംഗിലേക്ക് നയിക്കാൻ കാരണമായതായിട്ട് കാണാം. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് ഫ്യൂച്ചേഴ്സിലും ഈ ഒരു വീക്ക്നെസ് പ്രകടമാണ്. ഏഷ്യൻ മാർക്കറ്റിലെ രണ്ട് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളായ കൊറിയയുടെ കോസ്പിയും ജപ്പാന്റെ നിക്കിയും ഒക്കെ നല്ല തോതിൽ ലോവറായിട്ടാണ് അതിൻ്റെ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. അതുകൂടാതെ വാൾസ്ട്രീറ്റിലുള്ള ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് ആയാലും നാസ്ഡാക്ക് ആയാലും S&P 500 ആയാലും അതിൻ്റെയൊക്കെ ഫ്യൂച്ചേഴ്സ് ലോവർ ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത് റുപ്പിയുടെ ലോ വാല്യുവേഷനാണ്. അപ്പോൾ പ്രീവിയസ് ക്ലോസിംഗ് ആയിട്ടുള്ള 89.35 എന്ന ലെവലിൽ നിന്നും 89.83 എന്ന ഹയസ്റ്റ് ലെവലിലേക്കാണ് റുപ്പി വാല്യൂ ഇന്ന് പോയിട്ടുള്ളത്. അപ്പോൾ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള GDP ഗ്രോത്ത് ഡാറ്റ വന്നിട്ട് കൂടി റുപ്പിയുടെ ഈ വാല്യുവേഷൻ പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിന് മുമ്പത്തെ ഹൈ ആയിട്ടുള്ള 89.49നെയാണ് ഇവിടെ ബീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ഒരു മാസം നോക്കുകയാണെങ്കിൽ US ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പി ₹1 ഡിഫറൻസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും FIAസിനെ സംബന്ധിച്ചിടത്തോളം അവരെ ബൈങ്ങിൽ നിന്നും പിന്തിരിപ്പിക്കും. സ്വാഭാവികമായിട്ടും അവർ ഹയർ പ്രൈസ് നൽകേണ്ടി വരും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും FIAs ഒരു കാരണമായി എടുത്തുകൊണ്ട് തന്നെ സെല്ലിങ്ങിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ RBIയുടെ MPC മീറ്റിങ്ങിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാവുകയില്ല എന്ന രീതിയിലാണ് പൊതുവെ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. കാരണം ഇത്ര ഹയർ ദൻ എക്സ്പെക്റ്റഡ് സ്ട്രോങ് ആയിട്ടുള്ള ഈ GDP ഗ്രോത്ത് വന്നിട്ടുള്ളത് അതാണ് ഇപ്പോൾ റേറ്റ് കട്ടിന് വിഘാതമായിട്ട് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ബോണ്ട് ഈൽഡൊക്കെ വർദ്ധിച്ചത് കാരണം ഇത്തരത്തിലുള്ള റേറ്റ് കട്ടിലേക്ക് RBI പോകില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ബാർക്ലേസ് പോലെയുള്ള റിസർച്ച് ഫേമുകൾ പറയുന്നത് സെൻട്രൽ ബാങ്ക് ഒരു ഡോവിഷ് സ്റ്റാൻസ് ആയിരിക്കും എടുക്കുക എന്നുള്ളതാണ്. ഡോവിഷ് സ്റ്റാൻസ് എന്ന് പറയുമ്പോൾ അവിടെ റേറ്റ് കട്ട് ഉണ്ടാവുകയില്ല, എന്നാൽ ഫ്യൂച്ചറിൽ ഒരു റേറ്റ് കട്ടിൻ്റെ സാധ്യത ഉണ്ടാവുകയും ചെയ്യും. ആ രീതിയിലുള്ള ഒരു സ്റ്റാൻസ് എടുക്കാനാണ് സാധ്യത. ഇതുകൂടാതെ നവംബർ മാസത്തെ PMI ഡാറ്റ HSBC പ്രസിദ്ധീകരിച്ചതായിട്ട് കാണാം. PMI എന്ന് പറയുന്നത് പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ് ഡാറ്റയാണ്. അപ്പോൾ നമ്മുടെ കമ്പനികളുടെ മാനുഫാക്ചറിങ് ഗ്രോത്ത് വളരുമ്പോൾ സ്വാഭാവികമായിട്ടും പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ് വളരേണ്ടതാണ്. എന്നാൽ ഇവിടെ അത് 9 മാസത്തെ ലോയിലേക്കാണ് കഴിഞ്ഞ മാസം പോയിട്ടുള്ളത്. കഴിഞ്ഞ ക്വാർട്ടറിലുണ്ടായ GDP ഗ്രോത്ത് നെക്സ്റ്റ് മന്തിൽ തന്നെ അത് ഇല്ലാതാകുന്ന രീതിയിലുള്ള ഒരു PMI ഡാറ്റയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള GST റിലേറ്റഡ് കൺസംഷൻ കാരണം ഉണ്ടായിട്ടുള്ള GDP വർധനവ് അത് മാർച്ച് മാസം ആകുമ്പോഴത്തേക്കും കുറയുമെന്നാണ് HSBCയുടെ ഫോർകാസ്റ്റിംഗ്. അതുപോലെ എക്സ്പോർട്ട് മൊമെൻറ്റം കുറഞ്ഞതും ഇതിനെ സാരമായി ബാധിക്കുമെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ സ്വാഭാവികമായിട്ടും RBI റേറ്റ് കട്ടിൻ്റെ ഒരു സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കത് കാത്തിരുന്ന് കാണേണ്ട ഒരു വസ്തുതയാണ്. ഇതുകൂടാതെ നിഫ്റ്റിയുടെ ടെക്നിക്കൽ ചാർട്ടുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 26,200 മുകളിൽ പ്രത്യേകിച്ച് 26,300 എന്നുള്ള കാര്യമായിട്ടുള്ള ആ റെസിസ്റ്റൻസ് ലെവലിലേക്ക് എപ്പോഴൊക്കെ പോകുന്നുണ്ടോ അപ്പോഴൊക്കെ തിരിച്ച് വീണ്ടും 26,200ലേക്ക് വരുന്നത് കാണാം. അപ്പോൾ ആ 26,200നും 26,300നും ഇടയിൽ വൻതോതിൽ സെല്ലേഴ്സ് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ ശക്തമായ സെല്ലിംഗ് പ്രഷർ എപ്പോഴും നിഫ്റ്റി നേരിടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവല് ശക്തമായ രീതിയിൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഒരു മുന്നോട്ടുള്ള കുതിപ്പ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിയുള്ളൂ. അതുപോലെ ഇന്ന് ഇന്ത്യയിലെ ഓട്ടോമോട്ടീവ് സെക്ടറിലെ ഡാറ്റ വന്നിരുന്നു. അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റമാണ് നവംബർ മാസം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ മേജറായിട്ടുള്ള മാനുഫാക്ചേഴ്സിൻ്റെ പാസഞ്ചർ വെഹിക്കിൾ ആയാലും 2 വീലേഴ്സ് ആയാലും കമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആയാലും വളരെ റോബസ്റ്റ് ആയിട്ടുള്ള ഒരു ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ മാരുതി സുസുക്കിയുടെ സെയിൽ ഇയർ ഓൺ ഇയർ 26% വർധനമാണ്. ടാറ്റ മോട്ടോഴ്സിൻ്റേത് 25.6% വർധനമാണ്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടേത് 17% വർധനമാണ്. ഹിണ്ടായിയുടേത് 9% വർധനമാണ്. ഈ രീതിയിൽ ഇയർ ഓൺ ഇയർ സെയിൽസ് ഡബിൾ ഡിജിറ്റാണ് പല കമ്പനികളുടെയും നമ്മൾ കാണുന്നത്. ഇനി 2 വീലേഴ്സ് സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ TVS മോട്ടോഴ്സ് അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. 30% ഒരു ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആണ് സെയിൽസ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ബജാജ് ഓട്ടോ സിംഗിൾ ഡിജിറ്റിലും ഐഷർ മോട്ടോഴ്സ് 22% സ്ട്രോങ് ആയിട്ടുള്ള ഗ്രോത്തുമാണ് കാണിക്കുന്നത്. അതുപോലെ ട്രക്സ് ആൻഡ് ബസ്സിൻ്റെ ആ ഒരു സെക്ടറിൽ ടാറ്റ മോട്ടോഴ്സ് 29% ഇയർ ഓൺ ഇയർ ഗ്രോത്തും ഐഷർ മോട്ടോഴ്സ് 37.3% ഗ്രോത്തും അശോക് ലേലൻഡ് 29% ഗ്രോത്തും എസ്കോട്ട് കുബോട്ട അത് 17% ഗ്രോത്തും അതുപോലെ മഹീന്ദ്ര SML അത് 102% ഗ്രോത്തുമാണ് കാണിച്ചുള്ളത്. അപ്പോൾ ഈ ഒരു കമേഴ്ഷ്യൽ സെഗ്മെന്റിലാണ് ശക്തമായ സെയിൽസ് നമ്മൾ കാണുന്നത്.
അപ്പോൾ ഓട്ടോ സെഗ്മെൻറ്റിൽ തീർച്ചയായിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്രോത്താണ് മൊത്തത്തിൽ അതിൻ്റെ ഡാറ്റ സൂചിപ്പിക്കുന്നത്. ഇനി ഇന്ന് 19% ഒരു മൂവ് നടത്തിയ വോക്ഹാർഡ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ആ ഒരു റാലിക്ക് കാരണമായിട്ടുള്ളത് അവരുടെ ആൻറ്റിബയോട്ടിക് സൈനിച്ച് എന്ന് പറയുന്ന മെഡിസിൻ, അത് US-ന്റെ FDA ആ ഒരു ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷൻ അത് അപ്രൂവൽ ചെയ്തതിൻ്റെ ഒരു റാലിയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് US ഫാർമസ്യൂട്ടിക്കൽ വിപണിയിൽ വലിയ ഡിമാൻഡ് ഉള്ള ഒരു ഡ്രഗാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സ്പീഡായിട്ടുള്ള ഒരു അപ്രൂവലാണ് ഈ ഒരു ഡ്രഗിന് വോക്ഹാർഡ് ഫാർമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ വോക്ഹാർഡ് ഫാർമയുടെ സ്റ്റോക്ക് നമ്മൾ പരിശോധിച്ചാൽ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽസിൽ അതിൻ്റെ പി കാണുന്നത് 436 എന്ന നമ്പറാണ്. ഇത് വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു പി റേഷ്യോ ആണ്. കൂടാതെ ഇതിൻ്റെ ROC 3.7 എന്നുള്ള സിംഗിൾ ഡിജിറ്റും ROE -1.22 എന്നുള്ള നെഗറ്റീവ് ROEയുമാണ്. കൂടാതെ ഇതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷങ്ങളിൽ 4 വർഷങ്ങളിലും ഇത് ലോസിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്തരം ഒരു കമ്പനിക്ക് ഇത്ര വലിയ പി വളരെ കൗതുകകരമായൊരു കാര്യമാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് അവരുടെ ലോസ് കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ടേൺ അറൗണ്ട് ഈ സ്റ്റോക്കിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിൽ ശക്തമായിട്ട് ബൈങ് നടത്തുന്നത്. പക്ഷേ ഒരിക്കലും ഒരു ബൈങ് ലെവലിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സ്റ്റോക്കായിട്ട് മാറിയിരിക്കുകയാണ്. മറ്റൊരു സ്റ്റോക്ക് ഇന്ന് 5% ഒരു മൂവ് കാണിച്ചത് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ആണ്. IEX എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്ക് വലിയ തോതിൽ ക്രാഷ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കായിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു കേസ് അപ്പലറ്റ് ട്രിബ്യൂണൽ ഫോർ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഗവൺമെൻറ് ബോഡിയിൽ ഓൾറെഡി ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അവർ ജനുവരി 26 മാറ്റിവെച്ചിരുന്നു. അപ്പോൾ അവിടെ IEX വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില ആരോപണങ്ങൾ സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മിറ്റി ഒഫീഷ്യൽസിനെതിരെ, അഥവാ CERC ഒഫീഷ്യൽസിനെതിരെ അവർ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്നത് ഈ IEXൻ്റെ മാർക്കറ്റ് കപ്ലിംഗ് ന്യൂസ് നമ്മൾ മുമ്പേ കേട്ടതാണ്. അതായത് IEXന് ഈ പവർ ട്രേഡിങ്ങിൽ ഒരു മൊണോപ്പൊളി പൊസിഷനാണുള്ളത്. അവരുടെ പ്ലാറ്റ്ഫോമിലൂടെയാണ് എല്ലാ പവർ ട്രേഡിങ്ങും ഭൂരിഭാഗം നടക്കുന്നത്. അപ്പോൾ ആ ഒരു മൊണോപ്പൊളി അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ CERC നടത്തുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ചില വാർത്തകൾ അവർ ബോധപൂർവം കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റോക്കുകൾ ക്രാഷ് ആവുകയും അങ്ങനെ ഈ സ്റ്റോക്കിൽ വലിയ തോതിലുള്ള പൊസിഷൻ എടുത്തുകൊണ്ട് ഇൻസൈഡർ ട്രേഡിംഗ് നടത്തുന്നതായിട്ടും ഉള്ള ആരോപണമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിനോട് അനുകൂലമായിട്ട് അതൊരു സീരിയസ് ആയിട്ടുള്ള കൺസേൺ ആണെന്ന് ഈ ട്രിബ്യൂണൽ കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കേസ് ഹിയറിങ്ങിനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ IEXന് അനുകൂലമായിട്ട് ട്രിബ്യൂണൽ നീങ്ങുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മൂവാണ് ഇപ്പോൾ IEXൽ നമ്മൾ കാണുന്നത്. അപ്പോൾ IEXൻ്റെ സ്വാഭാവികമായിട്ട് അതിൻ്റെ പെർഫോമൻസിൽ യാതൊരു കുഴപ്പമില്ല, കമ്പനി ഫണ്ടമെൻ്റൽസിലും യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു മൊണോപ്പൊളി ഇല്ലാതാകുമ്പോൾ മാത്രമാണ് ഈ സ്റ്റോക്കിന് ഒരു ഭീഷണി ഉണ്ടാവുക. അപ്പോൾ അല്ലാത്ത പക്ഷം ഈ സ്റ്റോക്ക് വളരെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളതും നല്ല ഗ്രോത്ത് ഉള്ളതും ശക്തമായ പ്രോഫിറ്റബിലിറ്റി കാണിക്കുന്നതുമായ ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഈ സ്റ്റോക്കിനെ സമീപിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ മാർക്കറ്റ് കപ്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടത് ഒരു ഇൻവെസ്റ്ററുടെയും ബാധ്യതയാണ്. അതുമാത്രമാണ് ഈ സ്റ്റോക്കിൽ ഒരു റിസ്ക് ഫാക്ടർ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.